വടക്കൻ കേരളത്തിലെ വാർത്തകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിട്ടും അവിടുത്തെ ഈ രാഷ്ട്രീയ പോരൊന്നും തന്നെ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ഷാഫി പറമ്പിലും അതുപോലെ തന്നെ LDF നേതാക്കളുമായിട്ട് നടത്തുന്ന വാക്പോര് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആനന്ദ് പുതൂര് ചേരുന്നുണ്ട്. ആനന്ദ്, പച്ചയ്ക്ക് വർഗീയത പറയുക തന്നെയായിരുന്നു രണ്ട് നേതാക്കളും, LDFും UDFും രണ്ട് മുന്നണികളുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് പിടിച്ചതും. പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള വാർത്തകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. തീർച്ചയായും രജനി, കേരളം കണ്ട ഏറ്റവും രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ഒന്ന് നടന്ന ലോക്സഭാ മണ്ഡലമായിരുന്നു വടകര ലോക്സഭാ മണ്ഡലം. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ആ തരത്തിൽ വൻ വിവാദങ്ങളോടുകൂടി തന്നെ ചർച്ചയായിരുന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടിയായിരുന്നു. പ്രത്യേകിച്ച് ഈ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട്, വർഗീയ വിദ്വേഷ പ്രചരണവുമായി ബന്ധപ്പെട്ട് എല്ലാം ഇരു മുന്നണികളും പരസ്പരം പ്രത്യാരോപണം ഉന്നയിക്കുന്നതിൽ മുന്നിട്ട് നിന്നിരുന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഇത്തരത്തിൽ പ്രത്യാരോപണങ്ങളുമായി വീണ്ടും സജീവമായിരിക്കുകയാണ് ഈ കോഴിക്കോട് ജില്ലയിലെ ഇടത് വലത് മുന്നണികൾ. കഴിഞ്ഞ ദിവസം കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറാണ് ഇതിന് വീണ്ടും തുറക്കമിട്ടത്. പ്രവീൺ കുമാർ ആരോപിക്കുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ആരോപിക്കുന്നത്. അതായത് മന്ത്രി റിയാസ് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വോട്ട് പിടിച്ചു എന്നുള്ള ഒരു ആരോപണമായാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. അതായത് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ മാധ്യമങ്ങളെ കണ്ടത്. അതായത് ഇടതുപക്ഷം ഈ മതാടിസ്ഥാനത്തിലാണ് നിലപാടുകൾ ജില്ലയിൽ എടുക്കുന്നത്. അത് മാത്രമല്ല, ഈ കോഴിക്കോട് മണ്ഡലത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇളമരം കരീമിന്റെ സാധാരണ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ സഖാവ് എന്നാണ് വിളിക്കാറുള്ളത്. എന്നാൽ പോസ്റ്ററിൽ കരീമിക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായി നേരത്തെ തന്നെ ആ വിഷയം ചർച്ചയായിരുന്നു. അത്തരത്തിലുള്ള ആരോപണങ്ങൾ വീണ്ടും ഉന്നയിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ ചർച്ച, വടകരയിൽ അടക്കമുള്ള ചർച്ചകൾ സജീവമാക്കുന്ന ഒരു രീതി തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല, ഈ DCC പ്രസിഡന്റ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ STPI സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ ഇളമരം കരീം പങ്കെടുത്തു എന്നായിരുന്നു. അപ്പോൾ ആ തലത്തിൽ വീണ്ടും ഈ ഇടതുമുന്നണിക്ക് നേരെ വർഗീയ ചാപ്പ കുത്താനുള്ള ശ്രമം വലതുപക്ഷം നടത്തുമ്പോൾ ഇടതുപക്ഷം വലതുപക്ഷത്തിനെതിരെയാണ് അത്തരത്തിലുള്ള ചാപ്പകൾ ഉപയോഗിക്കുന്നത്. കാരണം ഇന്നലെ വൈകിട്ട് DYFയുടെ ഒരു പരിപാടിയിൽ DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടുള്ള A റഹീം പറഞ്ഞത് ഈ ഷാഫി പറമ്പിൽ കേരളത്തിലെ ഈ പൊളിറ്റിക്കൽ പോയ്സൺ എന്നാണ്, അതായത് രാഷ്ട്രീയ വിഷമാണെന്നുള്ള വൻ ആരോപണമാണ് ഉന്നയിച്ചു വിട്ടിട്ടുള്ളത്. ഈ പാലക്കാട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൃദു ഹിന്ദുത്വവാദിയും വടകരയിലേക്ക് വരുമ്പോൾ ആ തരത്തിൽ മതന്യൂനപക്ഷ നിലപാടുകളുമാണ് ഷാഫി പറമ്പിൽ എടുക്കുന്നത്. അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടും പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടും എല്ലാ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ ഷാഫി പറമ്പിലിന് സാധിച്ചിരുന്നില്ല. വടകര ഈ രാഷ്ട്രീയ വിഷയത്തെയും അതിജീവിക്കും തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് ഇന്നലെ A റഹീം എന്തായാലും അത്തരത്തിലുള്ള പരിപാടിയിൽ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് വടകര MLA KK രമ ഇതിന് മറുപടി എത്തിയിട്ടുണ്ട്. അതായത് വടകരയിലെ രാഷ്ട്രീയം മലീമസമാക്കിയത് CPM തന്നെയാണ്. അത്തരത്തിൽ വർഗീയ ധ്രുവീകരണത്തിനുണ്ടാക്കിയതെല്ലാം അത്തരത്തിൽ CPM തലയ്ക്ക് കിട്ടിവെക്കുന്ന ഒരു നിലപാടുമായാണ് ഇപ്പോൾ അത്തരത്തിൽ വലത് ക്യാമ്പിൽ നിന്ന് വീണ്ടും ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഈ KK രമ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അത്തരത്തിൽ വിദ്വേഷ പ്രചാരണങ്ങൾക്ക് പേരിൽ ഏകദേശം 12 കേസുകളാണ് കോഴിക്കോട് ജില്ലയിലെ വടകര പാർലമെന്റിൽ മാത്രം FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതുവരെ അത്തരത്തിലുള്ള കേസുകളിലൊന്നും പോലീസിന് പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വിഷയവും ഇപ്പോൾ എന്തായാലും സജീവമായി നിൽക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പോലീസ് ഇത്തരത്തിലുള്ള പ്രതികളെ പിടികൂടണമെന്നുള്ള ആവശ്യവുമായി തന്നെയാണ് വലതുപക്ഷ ക്യാമ്പ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ തരത്തിലുള്ള കാഫിർ പ്രയോഗങ്ങൾ, അതായത് വടകര UDF ക്യാമ്പിൽ നിന്ന് കാഫിറിനെ വോട്ട് ചെയ്ത് എന്നുള്ള ഒരു സോഷ്യൽ മീഡിയ പ്രചാരണം ശക്തമായി ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ആരോപണവുമായി ഇടതുപക്ഷ സ്ഥാനാർത്ഥി രംഗത്തുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിൽ കാഫിറിന് വോട്ട് ചെയ്യരുതെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ തൻ്റെ അറിവോട് കൂടിയല്ല അത്തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുന്നത്. അത് വ്യാജ പോസ്റ്ററാണെന്നുള്ള ന്യായീകരണമായി ഷാഫി പറമ്പിലും നേരത്തെ രംഗത്തെത്തിയിരുന്നു. മതാടിസ്ഥാനത്തിലല്ല താൻ വടകരയിൽ വോട്ട് പിടിച്ചതെന്നുള്ള ഒരു ന്യായീകരണവും ഷാഫി പറമ്പിൽ നേരത്തെ രംഗത്തെത്തിയിരുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും വടകര ചർച്ചകളിൽ സജീവമാവുകയാണ്. ഇടത് വലത് മുന്നണികൾ വീണ്ടും പ്രത്യാരോപണങ്ങളുമായി കോഴിക്കോട് ജില്ലയിൽ സജീവമായിരിക്കുന്നത്. രജനി. യെസ്, തീർച്ചയായിട്ടും. എന്തായാലും കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതും വലതും ഒരേ രീതിയിൽ വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കണ്ടത്. അത് ഏറ്റവും കൂടുതൽ കണ്ടത് വടകരയിലാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ആ തുടർ പോരുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വരും മണിക്കൂറിൽ ഇത് സംബന്ധിച്ച പ്രതികരണങ്ങളൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ആനന്ദ് പുതൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.